നമസ്കാരം ചേട്ടാ. രാവിലെ എത്ര മണിക്ക് തുറക്കും കട? രാവിലെ 7 മണി. നമ്മുടെ കട. എന്റെ പേര് ബിജു. ബിജു. കൂടുതൽ ലോട്ടറി ടിക്കറ്റ് ആണ്, ബാക്കിയുള്ള സാധനങ്ങൾ 2018 മുമ്പ് ഇതിലും നല്ല രീതിയിലായിരുന്നു. ആണോ? 18 ശേഷം കുറഞ്ഞു. അതായത് സമരം ചെയ്യാൻ വരുന്ന ആളുകൾ കുറഞ്ഞപ്പോ കുറഞ്ഞു എന്നാണോ? അല്ലല്ല, 2018 വെള്ളപ്പൊക്കം വന്നില്ലേ? വെള്ളപ്പൊക്കത്തിന് അതിന് മുമ്പാണ് തേങ്ങ കച്ചവടവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പുഴയിലായിരിക്കുന്നത്. അതെ അതെ, പുഴയിലിരിക്കുന്ന കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പേരെന്താ? ബിജു. 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 അല്ലെങ്കിൽ നോക്കൂ, ഈ മനുഷ്യന്റെ ഈ വീലിരിക്കുന്ന എവിടെയാന്ന് കണ്ടോ? ഇത് പുഴയിലല്ലേ? അല്ല, മൊത്തത്തിൽ കൈകാര്യം അല്ലേ ശരിക്കും നടക്കുന്നത്? അതൊരു ചോദ്യമാണ്. സാധാരണക്കാരായ മനുഷ്യരാണ്. ഒരു ദിവസം എത്ര രൂപ ടിക്കറ്റ് ഒക്കെ വിറ്റുപോകും? ഒരു ദിവസം 150-200 ടിക്കറ്റ് വിൽക്കും. എന്ന് പറഞ്ഞാൽ ഒരു ശമ്പളം വെക്കും, അതേ ഉള്ളൂ. അതേ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ ഡാമിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്ക ഏറ്റവും കൂടുതലുള്ള മനുഷ്യരിൽ ഒരാളാണ് നമ്മുടെ ബിജു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ പുഴയിൽ തന്നെ ഇരിക്കുന്ന കക്ഷി. പുഴയിൽ തന്നെ എന്ന് പറഞ്ഞാൽ പുഴ കരയിലാണ്, പുഴയിലാന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആ സൈഡിൽ വേറെ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് ബിജുവിന്റെ ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആവശ്യം പുതിയൊരു ഡാം പണിയുക എന്നുള്ളൊരു പ്രാക്ടിക്കലായിട്ട് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള പോലെയുള്ള ആൾക്കാർക്ക് ഫീസ് ഇച്ചിരി കുറയും. പിന്നെ രണ്ടാമത് ഷട്ടർ തുറക്കുന്നതാണെങ്കിലും മുന്നറിയിപ്പോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ചെയ്യേണ്ട ഉടനെ നമുക്ക് ചെയ്യാൻ വേണം. തീർച്ചയായിട്ടും വേണം. എല്ലാവരും ഇതിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ള നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും വേണം. താങ്ക് യു. ബിജുവിന്റെ ആവശ്യം അത്രേ ഉള്ളൂ. അത്രയും ലളിതമാണ് ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ. നല്ല മീനുണ്ടെന്ന് തോന്നുന്നു. രാവിലെ പിടക്കണ മീനാണല്ലോ. ഇത് എവിടുന്ന? ഇത് ഏറ്റുമാനൂർ മാർക്കറ്റാണ്. ഏറ്റുമാനൂർ മാർക്കറ്റിൽ നിന്ന് വരുന്നത് അല്ലേ? അതെ. ഓക്കെ. ഇതെന്തൊക്കെ ഐറ്റംസ്? ഇത് സിലോപ്പിയുണ്ട്, ചെമ്പല്ലിയുണ്ട്, കിളിമീനുണ്ട്, ആറ്റുവാളയുണ്ട്. എല്ലാം കിട്ടും അല്ലേ? എല്ലാ ഐറ്റം ഉണ്ട്. ഇന്ന് കുറവാ. മീൻ കിട്ടും. എൻ്റെ ഒരു മകൻ. എവിടെ വീട്? ഞാൻ ശാന്തിപാലം. മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതിനിപ്പോ എന്ത് പറയാനാ മുല്ലപ്പെരിയാറിനെ കുറിച്ച്? നിങ്ങളെ കേൾക്കാനോ? എല്ലാവരും അവിടെ അവസ്ഥ നിൽക്കുകയല്ലേ? എല്ലാവരും അവരവരുടെ പക്ഷത്ത് നിൽക്കുകയാണ്. നമ്മുടെ പക്ഷത്ത് നിൽക്കാൻ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതെ. എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? ഒറ്റ ആവശ്യം പറഞ്ഞത്. ഒറ്റ ആവശ്യം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിന്റെ അളവ് കുറയ്ക്കുക. തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല. അളവ് കുറയ്ക്കുക, ഇല്ലെങ്കിൽ പുതുക്കി പണിയുക, അല്ലെങ്കിൽ 136 അടിയിലേക്ക് കുറച്ചുകൊണ്ട് വരിക, അല്ലേ? അതാണ് ആവശ്യം. നമ്മളുടെ ഒരു ഭീഷണി ഒഴിവാക്കണം. മാത്രമല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇത്രയും ജനങ്ങളുടെ ആവശ്യമല്ലേ? ഇത്രയും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയണം. അതെ. ആയിക്കോട്ടെ. ഓക്കെ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഓക്കെ. ഇതെന്താ ഇവിടെ കച്ചവടം? മീനാണോ? മീൻ കച്ചവടമുണ്ട്, മുറുക്കങ്ങളെല്ലാം കച്ചവടം. മീൻ, മുറുക്കാൻ കച്ചവടം, പിന്നെ വാഴപ്പഴം, അല്ലേ? 3 കച്ചവടമാണ് ജീവിതമൊക്കെ. ജീവിതം കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പേര് സോമൻ ചേട്ടൻ. എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട്? ഇവിടെ ഞങ്ങൾ ജനിച്ചു വളർന്ന ഇവിടെ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ മൈലപ്പൻ എന്ന് പറഞ്ഞാൽ സമരത്തിൽ ഇരുന്ന മൈലപ്പൻ്റെ മോനാ. ശരി. എത്ര കാലം സമരത്തിലുണ്ടായി? 12 വർഷം. ഒരു 10-12 വർഷം സമരത്തിന് ഇരുന്നായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഈ കടയെല്ലാം ഒഴുകിപ്പോയി, വെള്ളത്തിലെല്ലാം ഒഴുകിപ്പോയതാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലെല്ലാം പോയതാണ്. ഒഴുകിപ്പോകാൻ കാരണമുണ്ട്. ഇരിക്കുന്ന പുഴയല്ല. അത് കാരണം എന്ന് വെച്ചാൽ ഈ മുല്ലപ്പെരിയാർ ഡാം വെച്ചാൽ ആ വെള്ളം കൂടി വരുന്ന സമയത്തിൽ ഇവർ ആ കണക്കറിയാതെ തുറന്നു വിട്ട് എല്ലാം പോയതാണ്. അത് മുന്നറിയിപ്പ് തന്നില്ല. അത് മുന്നറിയിപ്പ് തന്നില്ല, പോയി. അത് പോട്ടെ. കാരണം ഇനി തമിഴ്നാടിന് വെള്ളം കൊടുക്കുക, കേരളത്തിന് ജീവൻ രക്ഷിക്കുക, ഡാം പണിയുക, അതേ ഉള്ളൂ നമ്മുടെ. മുല്ലപ്പെരിയാറിന്റെ തൊട്ടു താഴെ ഒരു പുതിയ ഡാം പണിയാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന് വേണ്ടി ഒരു പ്രശ്നമുള്ളത് കേന്ദ്രത്തിന്റെ ഒരു വന നിയമമാണ് മുമ്പിൽ ഒരു തടസ്സമുള്ളത്. അത് പരിഹരിക്കണം. അതാണ് ആവശ്യം. ആശങ്ക അതുകൊണ്ട് മാറണം. രാത്രി കിടക്കുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? ചിലപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ പേടിയൊന്നും വേണ്ട. ഡാമിന് അങ്ങനൊന്നും സംഭവിക്കില്ല. കേട്ടോ ധൈര്യമായിട്ടിരുന്നു. നമുക്ക് വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ തേടാം. ആൾക്കാരൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മന്ത്രിമാർ വരുന്നുണ്ട്, MP വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഇന്ന് നമ്മൾ ചാനലിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ കച്ചവടമൊക്കെ നടക്കട്ടെ. താങ്ക് യു. സോമൻ ചേട്ടനാണ് ഉള്ളത്. അപ്പോൾ നമ്മളുള്ളത് ചപ്പാത്തിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ